Hello guys, this is Dr Sadham and welcome back to Radiant Clicks Lifestyle channel. എല്ലാ വാഹന പ്രേമികൾക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സെഗ്മെന്റാണ് വിന്റേജ് കാർസ്. അപ്പം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഒരു വിന്റേജ് കാർ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് ഈസ് നൺ അതർ ദാൻ 1953 മോറിസ് മൈനർ 2-door സലൂൺ. സോ ഇതിൻ്റെ ഓണർ നമ്മുടെ കൂടെ ഉണ്ട്, സന്ദീപ് എന്നാണ് പേര്. ഹലോ, വെൽക്കം ടു റേഡിയന്റ് ക്ലിക്സ് ലൈഫ്സ്റ്റൈൽ ചാനൽ. സോ ആക്ച്വലി ഇതിൻ്റെ കഥയും എങ്ങനെയാണ് സന്ദീപിന് ഈ വണ്ടി കിട്ടിയത്, അല്ലെങ്കിൽ അതിന് ശേഷം എന്തൊക്കെയാണ് ഇതിൻ്റെ അത് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? ഇത് ഫസ്റ്റ് എൻ്റെ ഫാദർ വാങ്ങിച്ച വണ്ടിയാണ്. അപ്പോൾ ദിസ് ഈസ് ഹിസ് ഫസ്റ്റ് കാർ. ഓക്കെ ഓക്കെ. ഫോർ ദാറ്റ് റിമെമ്പറൻസ് ഹി ഹാസ് കെപ്റ്റ് ഇറ്റ് ആൻഡ് ഫ്രം ഹിം ഹി ഈസ് സ്റ്റിൽ ദ ഓണർ റൈറ്റ് നൗ. ഓക്കെ. ഐ ഹാവ് ജസ്റ്റ്. അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് ആദ്യം വാങ്ങിച്ചത്? ഇത് വാങ്ങിച്ചത് 1953. ആ സമയത്ത് വാങ്ങിച്ചതാണ്. സമയത്ത് വാങ്ങിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ. പ്രൊഡക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ആരോ ഇംഗ്ലണ്ടിനാണ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ്. കുറെ ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഒരു 2 years വണ്ടി എടുത്ത് റീഫർബിഷ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് സ്റ്റോക്ക് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോഴത്തെ ഇതിന് വേണ്ടിയിട്ട്. അതായത് ഇതിൻ്റെ അകത്ത് വേറെ മോഡ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് എങ്ങനെയാണോ സ്റ്റോക്ക് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ. സാധാരണ ആക്ച്വലി എല്ലാവരും വിന്റേജ് കാറുകൾ അങ്ങനെ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അത് അതുപോലെ തന്നെ അതിൻ്റെ ബ്യൂട്ടി അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൻ്റെ കുറച്ച് നല്ല വിഷ്വൽസ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ ഇന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇതിൻ്റെ വണ്ടിയുടെ വിശേഷങ്ങൾ കാണാം. വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. എന്തൊക്കെയാണ് അതിൻ്റെ അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെയും അതുപോലെ സന്ദീപിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. രണ്ടുപേരെയും ഫോളോ ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് കണ്ടൻറ്റ്സ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ വിത്ത് അവർ ചാനൽ. സോ വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാണുന്ന ഒരു ബൾക്കി ആയിട്ടുള്ള പഴയ മോഡലിലുള്ള ഒരു ഗ്രില്ലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് മേളിലായിട്ട് മോറിസിൻ്റെ ഒരു ബാഡ്ജിങ് കാണാൻ പറ്റും. അതെല്ലാം സ്റ്റോക്കിൽ എങ്ങനെയാണോ ഉള്ളത് അത് അതുപോലെ തന്നെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയ കാറുകളിലൊക്കെ കാണുന്ന പോലുള്ള ഒരു കുറച്ച് ബൾക്കി ആയിട്ടും ഫുൾ ക്രോമിൽ ചെയ്തിട്ടുള്ള ഒരു ബമ്പർ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ പഴയ മോഡലുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ്, റൗണ്ട് ലൈറ്റ്, അതായത് വിത്ത് നോർമൽ ലൈറ്റ്സ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അത് വേറെ ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. എങ്ങനെയാണോ സ്റ്റോക്കിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും മോറിസിൻ്റെ ബാഡ്ജിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റീൽ റിം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് അതേ സൈസിലും ഷേപ്പിലുമുള്ള ഒരു ടയർസ് നമ്മളിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രണ്ട് സൈഡിൽ, അതായത് നമ്മുടെ ബോണറ്റിൻ്റെ സൈഡിലായിട്ടും ഒരു മോറിസ് മൈനർ എന്നുള്ളൊരു ബാഡ്ജിങ് കാണാൻ പറ്റും. ചെറിയ ചെറിയ ക്രോം ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ ഒരു വണ്ടി ഡീറ്റെയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡ് പ്രൊഫൈലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പോപ്പപ്പ് ഇൻഡിക്കേറ്ററാണ്. അതായത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് ഇടുന്ന സമയത്ത് ഇവിടെ നിന്നൊരു ഹാൻഡിൽ പോലെ അത് പോപ്പപ്പ് ചെയ്ത് വന്നിട്ടായിരിക്കും ഇൻഡിക്കേറ്റർ കാണിക്കുക. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. പഴയ ഒരു വോക്സ് വാഗൺ ബീറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ ആമക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു പീപ്പിൾസ് കാർ എന്ന് പറഞ്ഞിരിക്കുന്ന അതേ ഒരു ഡിസൈൻ പാറ്റേൺ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. മോറിസിൻ്റെ വണ്ടിയാണ്, മറ്റേത് വോക്സ് വാഗണാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിൽ കണ്ടതിന് അതേ സദൃശ്യമായിട്ടുള്ള ഒരു ബമ്പർ ബാക്കിലും കാണാൻ പറ്റും. ഈവൻ ബ്രേക്ക് ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഈവൻ പഴയ ഇതൊക്കെ നമ്മൾ പഴയ അംബാസഡറിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ഹാൻഡിലാണുള്ളത്. പിന്നെ ഇവിടെ നമ്മുടെ ഫ്യൂവൽ നോബ് കാണുന്നുണ്ട്, ഓപ്പണിങ്ങിൻ്റെ നോബ് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോഴും നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലുള്ള ഒരു മോറിസിൻ്റെ ഒരു ബാഡ്ജിങ് കാണുന്നുണ്ട്. ഇവിടെ മോറിസ് മൈനർ എന്ന് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും. സോ ഇത്രയാണ് അതിൻ്റെ ബാക്ക് പ്രൊഫൈലിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. സൈഡ് പ്രൊഫൈലിൽ ഇവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഇൻഡിക്കേറ്റർ, പോപ്പപ്പ് ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട്. നമ്മൾ വണ്ടി തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ്. ഫുൾ ബ്രൗണിഷ് ആയിട്ടുള്ള കളറിൽ ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയേഴ്സ്. പഴയ സീറ്റിൻ്റെ ഷേപ്പും സൈസും ഡിസൈനും എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് അകത്ത് കയറി ഇരുന്നൊന്ന് നോക്കാം. സോ വണ്ടിയുടെ അകത്ത് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന നല്ല വലിയ ഷേപ്പിൽ, അതായത് ഒരു ജെയിൻ വീൽ എന്ന് വേണമെങ്കിൽ പറയാമല്ലേ. വണ്ടിയുടെ ഒരു ഹാഫ് സൈഡിൽ സൈസ് ഉണ്ടല്ലേ, ഇതിൻ്റെ ഒരു നല്ല സൈസ് ഉണ്ട്. ഇത് എക്സാക്ട് സ്റ്റോക്ക് തന്നെയല്ലേ, ഇതേ മോഡൽ സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ ഓക്കെ. നല്ല രീതിയിലുള്ള കമ്പിയിലുള്ളൊരു നല്ലൊരു ഫിനിഷിംഗ് ഒക്കെയാണ്. ഇത് ഹോൺ ആണല്ലേ. ഓക്കെ, ഇറ്റ്സ് വർക്കിംഗ്. ആക്ച്വലി ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ വണ്ടിയിലുള്ള എല്ലാ ഫങ്ഷണാലിറ്റിയും എല്ലാ സാധനങ്ങളും ഇപ്പോഴും ഫുൾ കണ്ടീഷനിലായിട്ട് വർക്കിംഗ് ആണ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സന്ദീപ് അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ കാര്യങ്ങളുള്ളത്? ഈ ഡാഷ്ബോർഡ് ഡാഷ്ബോർഡ് ഉണ്ട്. ഓക്കെ, മറ്റേ ഒരു പഴയ ഓൾഡ് സ്റ്റൈലിലൂടെ പ്രസ് ചെയ്ത് ഓപ്പൺ ആവുന്ന പോലെ. ഓക്കെ, ഇതാണ് ആക്ച്വലി അതിൻ്റെ സ്വിച്ച്. അത് പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഡാഷ്ബോർഡ് ഓപ്പൺ ആവുന്നത്. ഇവിടെ ഒരു ബാഡ്ജിങ് കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഉള്ളത് എന്താണ്, ഇതിന്റെ ആഷ്ട്രേ ആണല്ലേ. ആഷ്ട്രേ സാധനം ഇല്ല, പക്ഷേ ആഷ്ട്രേ ആയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു പോർഷനാണിത്. പിന്നെ
പിന്നെ നമ്മുടെ ഇവിടെ മീറ്റർ കൺസോൾ കാണാൻ പറ്റും. ഇത് സ്ക്വയർ ആയിരുന്നു ആക്ച്വലി. അപ്പോൾ അതിൻ്റെ ഒരു അൺഅവൈലബിലിറ്റി കാരണം ഇപ്പോൾ അത് റൗണ്ടാണ് അകത്ത് വെച്ചിരിക്കുന്നത്. ഒരു പഴയ മോഡലിലുള്ള അനലോഗ് മീറ്റർ നമുക്കിവിടെ കാണാൻ പറ്റും. സോ പിന്നെ നമ്മുടെ ചെറിയ പഴയ ഒരു ക്ലാസിക് മോഡലിലുള്ള ഒരു റിയർ വ്യൂ മിറർ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഡോർ പാനലിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ ബ്രൗൺ കളറിലുള്ള ലെതറൊക്കെ വെച്ചത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഡോർ ഹാൻഡിൽ, ഇൻസൈഡിലുള്ള ഡോർ ഹാൻഡിൽ വരുന്നത്. നമ്മുടെ നോർമൽ മെറ്റാലിക് അല്ല, ഇത് ലെതറിൽ തന്നെ ഒരു പീസ് ചെയ്തിരിക്കുകയാണ് അകത്തേക്ക് നമുക്ക് പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ട്. പണ്ട് പവർ വിൻഡോ ഒന്നും ഇല്ലായിരുന്നു, അതുപോലെ നമ്മൾ തന്നെ മാനുവലി കറക്കിയിട്ടാണ് അതിൻ്റെ ഒരു വിൻസ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. ഇവിടെ ഒരു ഇത് ലോക്ക് എടുക്കാൻ തോന്നുന്നല്ലേ? ഓക്കെ, ഒരു ക്വാർട്ടർ ഗ്ലാസ് വരുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ കാറ്റ് കിട്ടുമായിരിക്കും അല്ലേ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്? കാറ്റ് കിട്ടുന്ന ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമോ? അങ്ങനെ തന്നെ ഇരിക്കും. ഓക്കെ, അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ഒരു എയർ ഫ്ലോ ഉള്ളിലേക്ക് കിട്ടും. വളരെ ചെറിയൊരു ക്യാബിനാണ്. അത്യാവശ്യം ഹൈറ്റ് ഉള്ളവരൊക്കെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടും അല്ലേ ഇത്? അതെ, 2 ഡോർ സലൂണാണ്. സോ അത് നമ്മൾ വേറെ ഏതെങ്കിലും ഇതിന്റെ 4 ഡോർ വരുമ്പോഴത്തേക്കും പ്രോപ്പർ ആയിട്ടുള്ള ഹൈറ്റ് ഇതൊക്കെ ഉണ്ടോ ഇതിന്? കുറച്ച് ഹൈറ്റ് ഉണ്ട്, ബോഡി കുറച്ച് മാറ്റം ഉണ്ട്. പിന്നെ ഇത്ര തന്നെ വരത്തുള്ളൂ, ഇത്ര തന്നെ വരുള്ളൂ. അതുപോലെ ഇതിന്റെ ബാക്ക് സീറ്റ്, അതായത് നമുക്ക് കാണിച്ചു തരാം. ഡോറ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 2 ഡോർ സലൂൺ ആണ്. അപ്പോൾ ഇതിന്റെ ബാക്ക് സീറ്റിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് ഞാൻ അപ്പുറ സൈഡിൽ നിന്ന് കാണിച്ചിട്ട് ഒന്ന് കാണിച്ചിട്ട് തുറന്നോ. ഓക്കെ, നമ്മുടെ ഫ്രണ്ട് റോയിലുള്ള സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണ് ചെയ്തിട്ട് നമുക്ക് ബാക്ക് സീറ്റിലേക്കുള്ള ആ ഒരു എൻട്രി കിട്ടും. അപ്പോൾ ഈ കാറിന് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വോക്സ്വാഗൺ ബീറ്റിലിനെ പോലെ ബാക്ക് സൈഡിലല്ല എഞ്ചിൻ. നമ്മുടെ സാധാരണ കാറുകളെ പോലെ ഫ്രണ്ട് സൈഡ് എഞ്ചിനാണ്. ബാക്ക് സൈഡിൽ ബൂട്ട് തന്നെയാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദിസ് വീഡിയോ. ഇതുപോലുള്ള ഒരുപാട് കണ്ടന്റ്, ഒരുപാട് വിൻറ്റേജ് കാറുകൾ നമ്മുടെ ചാനൽ നമ്മൾ ഫീച്ചർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെല്ലാവരെയും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഫോർ ദ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആൻഡ് നോട്ടിഫിക്കേഷൻ. ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ടേക്ക് കെയർ ആൻഡ് ബൈ.